നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ. കൂട്ടുകാരെ നമസ്കാരം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഗോവയിലെ അതിപ്രസിദ്ധമായ ഒരു കത്തോലിക്ക സഭയുടെ മുന്നിലാണ്. ഈ കത്തോലിക്ക സഭയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ 420 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സഭ പണി പൂർത്തിയായത്. അതായത് 1594 പണി തുടങ്ങി 1605 ഇതിൻ്റെ പണി പൂർത്തിയായത്. ബോം ജീസസ് ബസീലിക്ക എന്ന് അറിയപ്പെടുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ പള്ളിയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു ചരിത്രം എന്ന് പറയുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ലോക പൈതൃക പട്ടിക ഇടം നേടിയ ഇന്ത്യയിലെ അതിപ്രസിദ്ധമായ ഒരു പള്ളിയാണ് ബോം ജീസസ് ബസീലിക്ക. അതിപ്പോൾ പോർച്ചുഗീസ് കാലഘട്ടത്തിലാണ് പൂർത്തിയായത്. പോർച്ചുഗീസ് ഭരണകാലത്ത് ഇന്ത്യയുടെ തലസ്ഥാനമായ പഴയ ഓൾഡ് ഗോവ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സേവ്യർ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ വിശുദ്ധ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പള്ളിയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് അതിൻ്റെ അകക്കളങ്ങളിലേക്ക് എത്തി നോക്കാം ഗൈസ്.